എല്ലാവർക്കും സ്വാഗതം. LGS സിലബസിലെ പൊതുവിജ്ഞാനം 7 ഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ജീവശാസ്ത്രം ബയോളജിയിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? ത്വക്ക്, ആമാശയം, കരൾ, മസ്തിഷ്കം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. അടുത്ത ചോദ്യം. ഗ്ലൂക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെ ആണ് ബാധിക്കുന്നത്? ഗ്ലൂക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കരൾ, ചെവി, കണ്ണ്, വൃക്ക. ഏതാണ്? ഓപ്ഷൻ സി, കണ്ണ്. അടുത്ത ചോദ്യം. സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? വിറ്റാമിൻ ബി, വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ കെ. ഏതാണ്? വിറ്റാമിൻ എ. അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗം അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗം അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ആസ്മ, എംഫസീമ, നെഫ്രൈറ്റിസ്, ബ്രോങ്കൈറ്റിസ്. ഇവയിൽ ശ്വാസകോശ രോഗം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി, നെഫ്രൈറ്റിസ്. അടുത്ത ചോദ്യം. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏതാണ്? അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം. കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഫോസ്ഫേറ്റ്, കാൽഷ്യം ഫോസ്ഫേറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ്. ഏതാണ്? ഓപ്ഷൻ സി, കാൽഷ്യം ഫോസ്ഫേറ്റ്. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീര ഭാഗം. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീര ഭാഗം. സന്ധി, ചെവി, ട്രക്കിയ, കോക്ലിയ. ഏതാണ്? ഓപ്ഷൻ സി, ട്രക്കിയ. താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് വേണ്ട വിറ്റാമിൻ ഏത്? അസ്ഥികളുടെ ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. അടുത്ത ചോദ്യം. മനുഷ്യ രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. എല്ലാ ധമനികളും ശുദ്ധ രക്തം വഹിക്കുന്നു. എല്ലാ സിരകളും അശുദ്ധ രക്തം വഹിക്കുന്നു. കൊറോണറി ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു. ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു. ഓപ്ഷൻസ്, പ്രസ്താവനകൾ ഒന്നുകൂടി വായിക്കാം. എല്ലാ ധമനികളും ശുദ്ധ രക്തം വഹിക്കുന്നു. എല്ലാ സിരകളും അശുദ്ധ രക്തം വഹിക്കുന്നു. കൊറോണറി ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു. ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു. ഇവയിൽ ഏതാണ് ശരിയായ പ്രസ്താവന? നാലാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. ജീവകം B12ന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? ജീവകം B12ന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? സ്കർവി, വന്ധ്യത, പെർനീഷ്യസ് അനീമിയ, നിശാന്തത. ഏതാണ്? ഓപ്ഷൻ സി, പെർനീഷ്യസ് അനീമിയ. അടുത്ത ചോദ്യം. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏതാണ്? വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏതാണ്? ബോർഡിറ്റെല്ല പെർട്ടൂസിസ് അല്ലെ? ബോർഡിറ്റെല്ല പെർട്ടൂസിസ്. അടുത്ത ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? നഖം, അസ്ഥി, ഇനാമൽ, മുടി. ഏതാണ്? ഇനാമലാണ് അല്ലെ? ഓപ്ഷൻ സി, ഇനാമൽ. അടുത്തത്. ക്വാഷിയോർക്കർ എന്ന രോഗത്തിൻ്റെ കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? പ്രോട്ടീൻ്റെ കുറവ്, വിറ്റാമിൻ എയുടെ കുറവ്, കാൽഷ്യത്തിൻ്റെ കുറവ്, പ്രോട്ടീൻ്റെ കൂടുതൽ. എന്തുകൊണ്ടാണ് ക്വാഷിയോർക്കർ എന്ന രോഗം ഉണ്ടാകുന്നത്? പ്രോട്ടീൻ്റെ കുറവ് മൂലമാണ് ക്വാഷിയോർക്കർ എന്ന രോഗം ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം.
വിറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധത. വിറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധത. തിമിരം, ഗ്ലൂക്കോമ, നിശാന്ധത മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ഏതാണ്? ഓപ്ഷൻ സി, നിശാന്ധത. അടുത്ത ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തപര്യവന വ്യവസ്ഥയാണ്. രക്തപര്യവന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും. മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് വൃക്കകളും കരളും. പ്രസ്താവനകൾ ഒന്നുകൂടി വായിക്കാം. മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തപര്യന വ്യവസ്ഥയാണ്. രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും. മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് വൃക്കകളും കരളുകളും. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1, 2, 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം വിറ്റാമിൻ ഏത്? അതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം തിരിച്ചറിയുക. അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം വിറ്റാമിൻ ഏത്? അതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? ജീവകം എ നിശാന്തത, ജീവകം സി സ്കർവി, ജീവകം ഡി കണ, ജീവകം ബി വായ്പുണ്ണ്. ഏതാണ്? ഓപ്ഷൻ സി, ജീവകം ഡി കണ. അടുത്ത ചോദ്യം, ദഹന ഫലമായി പ്രോട്ടീൻ വിഘടിച്ച് ഉണ്ടാകുന്ന ലഘു ഘടകം ഏതാണ്? ദഹന ഫലമായി പ്രോട്ടീൻ വിഘടിച്ച് ഉണ്ടാകുന്ന ലഘു ഘടകം ഏതാണ്? ഗ്ലൂക്കോസ്, ഗ്ലിസറോൾ, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്. ഏതാണ്? ഓപ്ഷൻ സി, അമിനോ ആസിഡ്. അടുത്ത ചോദ്യം, ഹൃദയത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരട്ട സ്തരം ഏതാണ്? ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്തരം ഏതാണ്? പെരികാർഡിയം. അടുത്തത്, പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ. പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ ഏതാണ്? ശ്വാസകോശാർബുദം, പക്ഷാഘാതം, ബ്രോങ്കൈറ്റിസ്, എംഫസീമ. ഏതാണ്? ഓപ്ഷൻ ഡി, എംഫസീമ. അടുത്ത ചോദ്യം, ഭയം ഉണ്ടാകുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. ഭയം ഉണ്ടാകുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. ആൻഡ്രോജൻ, ഈസ്ട്രോജൻ, ഇൻസുലിൻ, അഡ്രിനാലിൻ. ഭയം ഉണ്ടാകുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ അഡ്രിനാലിൻ. അടുത്ത ചോദ്യം, സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏത്? സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏത്? മുക്തി, അനഘ, അക്ഷയ, ഹരിത. ഇവയിൽ സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഓപ്ഷൻ ഡി, ഹരിത. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് കാർഷിക വിളയാണ് വെള്ളായനി ഹ്രസ്വ? വെള്ളായനി ഹ്രസ്വ എന്നത് ഏത് കാർഷിക വിളയാണ്? കുരുമുളക്, കിഴങ്ങ് വർഗം, കരിമ്പ്, തെങ്ങ്. ഏതാണ്? ഓപ്ഷൻ ബി, കിഴങ്ങ് വർഗം. അടുത്തത്, ഒരു വിളയുടെ സങ്കര ഇനമാണ് പവിത്ര. വിള ഏത്? പയർ, നെല്ല്, വെണ്ട, തക്കാളി. ഏതാണ്? നെല്ല്. നെല്ലിൻ്റെ സങ്കര ഇനമാണ് പവിത്ര. അടുത്തത്, വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നെല്ല്, കുരുമുളക്, തെങ്ങ്, വാഴ. ഓപ്ഷൻ എ, നെല്ല് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുന്നതിനായി പ്രഖ്യാപിക്കപ്പെടുന്ന വനമേഖല ഏത്?
വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളെയും സംരക്ഷിക്കുന്നതിനായി പ്രഖ്യാപിക്കപ്പെടുന്ന വനമേഖല ഏത്? നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. ഏതാണ്? നാഷണൽ പാർക്കുകൾ. അടുത്ത ചോദ്യം, പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ തീമാണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ തീം ആണ്? 2020, 2022, 2019, 2023. 2023 തീമായിരുന്നു അത് കേട്ടോ. അടുത്ത ചോദ്യം, 2021 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യമേതാണ്? 2021 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. അടുത്തത്, പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീട നിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീട നിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? മിത്രകീടങ്ങൾ, ഉറുമ്പുപൊടി, വേപ്പിൻ കുരുസത്ത്, വെളുത്തുള്ളി മിശ്രിതം. ഏതാണ്? ഓപ്ഷൻ ബി, ഉറുമ്പ് പൊടി. അടുത്ത ചോദ്യം, 2023 പരിസ്ഥിതി സന്ദേശം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഒരേ ഒരു ഭൂമി, പരിസ്ഥിതി പുനഃസ്ഥാപനം, പ്രകൃതിക്കായി ഈ സമയം, പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുക. 2023 പരിസ്ഥിതി സന്ദേശം ഏതായിരുന്നു? ഓപ്ഷൻ ഡി, പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക. ലോക പരിസ്ഥിതി ദിനം സെപ്റ്റംബർ 5, ജൂലൈ 11, ജൂൺ 5, മാർച്ച് 8. എന്നാണ് ലോക പരിസ്ഥിതി ദിനം? ജൂൺ 5. 2024 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? അതിൻ്റെ തീം എന്തായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി 2 ഭാഗങ്ങൾ കൂടിയാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. അതും കൂടി ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. താങ്ക്